നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പച്ചക്കറിയും പിന്നെ ഒത്തിരി പോഷക ഗുണമുള്ളതുമായ നമ്മളെ വീട്ടിലോ ടെറസിലോ നമ്മൾ എവിടെയാണ് അടുക്കളത്തോട്ടത്തിലോ എവിടെയാണോ നമ്മൾ നട്ട് വളർത്താൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളെ വീട്ടാവശ്യത്തിന് വളരെ അത്യാവശ്യമായതും പ്രധാനപ്പെട്ട ഒരു പച്ചക്കറി കൂടെയാണ് ഞാനിന്ന് എൻ്റെ ടെറസിൽ നട്ടുപിടിപ്പിക്കാൻ പോകുന്നത്. പാവലിനെ പോലെ ഔഷധ ഗുണമുള്ള ഒരു പച്ചക്കറി കൂടെയാണ്. ഹലോ, ഞാൻ നിഷ. എൻ്റെ കൃഷിയെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നിഷാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ടെറസിൽ ഞാനൊരു പച്ചക്കറി നട്ടു കൊടുക്കുകയാണ്. അത് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുകയാണ്. അതായത് ഒത്തിരി വിറ്റാമിൻ അടങ്ങിയതും പിന്നെ ഔഷധ ഗുണത്തിൽ ഒന്നാമതായി പ്രദാനം ചെയ്യുന്ന ഒരു പച്ചക്കറി കൂടെയാണത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ കോവൽ നമ്മുടെ ടെറസിൽ എങ്ങനെ നമുക്ക് നട്ടുപിടിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരു മൂട് കോവലെങ്കിലും നട്ടുപിടിപ്പിക്കണം. കാരണം വളരെ അത്യാവശ്യമാണ്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ കോവയ്ക്ക നമ്മൾ കഴിക്കാൻ ശ്രമിക്കണം. കാരണം വളരെ വിറ്റാമിൻ അടങ്ങിയതും പിന്നെ നമുക്ക് ഔഷധ ഗുണം ഒത്തിരി കൂടുതലുള്ളതായ ഒരു പച്ചക്കറിയാണല്ലേ. അത് എല്ലാവർക്കും അറിയാം, ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മുടെ വീട്ടിൽ ഒരു കോവലുണ്ടായിരുന്ന നമുക്ക് തന്നെ ഒത്തിരി കോവലിന് വലിയ രീതിക്കുള്ള പരിചരണം ഒന്നും വേണ്ട. ഇങ്ങനെ നമ്മൾ നട്ടുപിടിപ്പിച്ച് വിട്ട് നമ്മൾ കുറച്ച് ചാരമോ എന്താണ് നമ്മളെ കയ്യിൽ വളമുണ്ടോ അതിട്ട് കൊടുത്താൽ മതി. നമ്മൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ നമുക്കതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കും. അത് നട്ട് ഒരു 15 ദിവസം ആകുമ്പോൾ അതിവേഗത്തിൽ തന്നെ പന്തലിലോട്ട് കയറാൻ തുടങ്ങും. പന്തലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങും. പിന്നെ അതിൽ നിന്ന് വേഗത്തിൽ തന്നെ നമുക്കത് വിളവെടുക്കാൻ സാധിക്കുന്ന ഒരു പച്ചക്കറിയുടെയാണ് നമ്മളെ കോവൽ. അപ്പോൾ നമുക്ക് കോവൽ തണ്ട് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെന്നറിയോ, അത് നമ്മുടെ കോവൽ ചെടി വാങ്ങുമ്പോൾ ഒന്നുകിൽ നഴ്സറിയിൽ നിന്ന് വാങ്ങുക, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കോവൽ കൃഷി ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് തണ്ട് മുറിച്ച് നമ്മൾ വാങ്ങാൻ ശ്രമിക്കണം. എന്തെന്ന് വെച്ചാൽ ഞാനൊരു ഡിഫറൻസ് കാണിച്ചു തരാം. എന്തെന്ന് കണ്ടോ, ഇത് നമ്മുടെ കോവലിൻ്റെ ഇലയാണ്. ഞാനിവിടെ എൻ്റെ പറമ്പിൻ്റെ വെളിയിൽ നിന്ന ഒരു കോവലാണ്. അതിൽ നിന്നും ഞാൻ തുടക്കക്കാർക്ക് അറിയാൻ വേണ്ടി ഞാൻ എടുത്തിട്ട് വന്നതാണ്. കണ്ടോ, ഇതിൻ്റെ ഇലയ്ക്കും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കണ്ടോ, ഇതും കോവലാണ്, പക്ഷേ ഇത് കാട്ടുകോവലാണ്. അപ്പോൾ നമ്മൾ അറിയാതെ ഇതുപോലെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഏത് കോവലായാലും നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിവേഗത്തിൽ അതിൻ്റെ വളർച്ച കാണുകയും അതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. പക്ഷേ ഇത് കണ്ട, ഇതാണ് നമ്മുടെ കോവലിൻ്റെ പൂ. ഇതുപോലെയാണ് നമ്മുടെ കോവലിൻ്റെ പൂ കാണുന്നത്. അപ്പോൾ ഇതുപോലെ കോവൽ വേഗത്തിൽ വളരുകയും അതിൽ നിന്ന് കായ്കൾ പിടിക്കാൻ തുടങ്ങുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം, കോവയ്ക്ക രണ്ടും ഒരേ രീതിക്ക് തന്നെ ഇരിക്കും. കാട്ടുകോവലും ഇത് നാടൻ നമ്മുടെ സാധാരണ കോവലുമാണ്. അപ്പോൾ കോവൽ മാത്രം, അതായത് നമ്മൾ 1-2 പച്ചക്കറികളിൽ ഇതുപോലത്തെ വ്യത്യാസം നമുക്ക് രണ്ടും ഒരേ രീതിക്ക് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമുക്ക് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ കണ്ടോ, ഇതാണ് കാട്ടുകോവലിൻ്റെ പൂ. കണ്ടല്ലോ, ഇതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ കോവലിൻ്റെ പൂവ് കാണപ്പെടുകയും അതിൽ നിന്ന് കായ്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്കിതുപോലെ ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കാൻ സാധിക്കില്ല. അതുപോലെ കോവൽ മാത്രമല്ല, 1-2 പച്ചക്കറികൾ ഇതുപോലെ ഒരേ ഇലയിലും രീതിക്ക് നമുക്ക് വളർച്ച കാണാൻ സാധിക്കും. അതെന്തെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ചേന വന്ന് കാട്ടുചേന എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അത് വന്ന് പച്ചെടുക്കുന്ന പോലത്തെ ചേന പോലെ തന്നെ അതിൻ്റെ ഇലയും വളരുകയും ചേന എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്കത് ചേനയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുപോലെയാണ് നമ്മുടെ കോവലും ഇതുപോലെ കായ്കളുണ്ടാകും. ഇതിൽ നിന്നും കായ് പിടിക്കും. നമ്മൾ ഇതുപോലത്തെ കോവൽ തണ്ടിൽ നിന്നും കായ് പിടിക്കും. പക്ഷേ നമുക്കത് പണി കിട്ടുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന ടൈമിൽ നമ്മുടെ കാട്ടുകോവൽ എന്ത് ചെയ്യും, നമ്മൾ കഴിക്കുന്ന ടൈമിലാണ് മനസ്സിലാവുന്നത്, അയ്യോ ഇത് നമ്മളെ കാട്ടുകോവലാണ് അല്ലെങ്കിൽ കാട്ടുചേനയാണ് എന്ന്. അതുപോലെയാണ് നമ്മളെ ചേമ്പിനും ഇലകളെല്ലാം ഒരുപോലെയാണ്. അതായത് കിഴങ്ങിറങ്ങാത്ത ചേമ്പുണ്ട്, അതായത് നമ്മളെ മാറാൻ എന്ന് പറയും.
അതും ഇതേപോലെ ഒരേ രീതിക്ക് കാണുന്ന ഒരു പച്ചക്കറി കൂടെയാണ്. ഇത് തുടക്കക്കാർക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി കൂടെ നിങ്ങളിലോട്ട് ഷെയർ ചെയ്തതാണ്. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്പെടണം അല്ലേ, അതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കോവൽ തണ്ട് സെലക്ട് ചെയ്യുമ്പോൾ എവിടെ നിന്നെങ്കിലും ഓടിപ്പോയി ഒരു കോവൽ തണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ നടുകയും അതിൽ നിന്ന് വളം കൊടുത്ത് വളർത്തി കായ്കൾ പിടിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് പാചകം ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് കാട്ടുകോവലാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളെപ്പോഴും തണ്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മളിതിൻ്റെ കോവൽ തണ്ട് സെലക്ട് ചെയ്യാൻ. ഒന്നുകിൽ നമ്മൾ ധൈര്യമായിട്ട് പോയി നഴ്സറിയിൽ നിന്ന് വാങ്ങാം, കാരണം അവർ നമ്മളെ പറ്റിക്കില്ല, കാരണം അവർക്ക് അവരുടെ ബിസിനസ്സിനെ അത് ബാധിക്കുമല്ലേ. അതുകൊണ്ട് അവർ കോവൽ തൈ തന്നെ അവർ സെലക്ട് ചെയ്ത് വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കും. ഞാനും അതുപോലെ നഴ്സറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് വാങ്ങിയ ഒരു കോവൽ തണ്ടാണ്. അല്ലെങ്കിൽ കോവൽ കൃഷി സ്ഥിരമായിട്ട് ചെയ്തിട്ടിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് നമ്മൾ കോവൽ തണ്ട് സെലക്ട് ചെയ്ത് നടണം. അപ്പോൾ നമ്മൾ ഒരിടത്തിന് കോവൽ തണ്ടാണ് കൊണ്ട് നടുന്നത്. അത് നമ്മൾ എങ്ങനെ നട്ടുപിടിപ്പിച്ചെടുക്കും? അതിനായിട്ട് നമ്മൾ 4 മുട്ട്, അതായത് 1 2 3 4 മുട്ട അളവിനുള്ള കോവൽ തണ്ട് സെലക്ട് ചെയ്ത് വാങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് നടുന്നതെങ്കിൽ, അതായത് 1/2 അടി അളവിന്, തറയിലാണ് നമ്മൾ കോവൽ നട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ 1/2 അടി അളവിന് മണ്ണ് കുഴിച്ചിട്ട് ചാണകപ്പൊടിയും അടിവളമായിട്ടുള്ള വളങ്ങളെല്ലാം കൊടുക്കുക. കുറച്ച് എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് എല്ലാം കൂടെ മണ്ണുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ 2 മുട്ട് താഴ്ത്തി നടണം. അതായത് മണ്ണിലോട്ട് താഴ്ത്തി നടണം, 2 മുട്ട് മുകളിലോട്ട്. പിന്നെ ഇനി ഒരു സ്റ്റെപ്പായിട്ട് വേഗം നമുക്ക് അതിനോട് വേര് പിടിപ്പിക്കുന്ന ഒരു രീതി കൂടെ ഉണ്ട്. അതെന്തെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ റാ ഷേപ്പിൽ, നമ്മളെ മലയാളത്തിലുള്ള ഇങ്ങനത്തെ ഈ റാ ഷേപ്പിൽ ഈ മുട്ടുകളെല്ലാം മണ്ണിൽ മൂടി, 2 മുട്ട് മണ്ണിൽ മൂടി വച്ച് നട്ട് കഴിഞ്ഞാൽ അതിവേഗത്തിൽ തന്നെ അതിൽ നിന്ന് വേര് പിടിപ്പിച്ച് നമുക്ക് കോവൽ തണ്ട് നട്ടുപിടിപ്പിക്കാവുന്ന ഒരു പച്ചക്കറി കൂടെയാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ടെറസിൽ കോവൽ നട്ടുപിടിപ്പിക്കുകയാണ്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്നത് ഒരു പെയിൻറ്റ് ബക്കറ്റാണ്. കാരണം കോവൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു 3 വർഷത്തോളം നമുക്കതിനെ റീപോട്ടിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് നമ്മൾ വളങ്ങളിങ്ങനെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. നമുക്കതിൽ നിന്ന് നല്ല രീതിക്കുള്ള കോവയ്ക്ക പറിച്ചെടുക്കുകയും നമ്മളെ വീട്ടാവശ്യത്തിന് എടുക്കുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ ഗ്രോ ബാഗിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഗ്രോ ബാഗ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലേ അതിൻ്റെ ഇതെല്ലാം, അതായത് ഈ പച്ച ഗ്രോ ബാഗ് വലിയ പ്രശ്നമില്ല. നമ്മളെ വെള്ള അങ്ങനത്തെ ഗ്രോ ബാഗ് വാങ്ങുകയാണെങ്കിൽ വേഗം തന്നെ നശിച്ചു പോകും. അപ്പോൾ കോവലിൻ്റെ തണ്ട് വളരെ ഹാർഡായിട്ടുള്ളതാണ്, കട്ടിയുള്ളതാണ്, അറിയാമല്ലോ എല്ലാവർക്കും. അപ്പം അത് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് ഇതുപോലത്തെ ഒരു പെയിൻറ്റ് ബക്കറ്റോ അല്ലെങ്കിൽ നമ്മുടെ ക്യാനുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രമോ നിങ്ങൾ വലിയ രീതിക്കുള്ള പാത്രം തന്നെ സെലക്ട് ചെയ്ത് കോവൽ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം. അങ്ങനെ നട്ടുപിടിപ്പിച്ചാൽ മാത്രമേ കോവൽ നല്ല രീതിക്ക് പന്തലിലോട്ട് കയറി നമുക്കതിൽ നിന്ന് വിളവ് കിട്ടും. അപ്പോൾ നമ്മളെ ടെറസിൽ എപ്പോഴും ഞാൻ പറയുന്നത് തന്നെ അല്ലേ, കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ഭാരമുള്ളത് ഇങ്ങനെ ടെറസിൽ കയറ്റണ്ട. അതിനായിട്ട് നമുക്ക് എന്താണ് ഉപയോഗിക്കാം? ആദ്യം കരിയില, അതായത് എല്ലാ ഗ്രോ ബാഗിലും 1/2 ഗ്രോ ബാഗോളം കരിയില. നമ്മളെ 3 മാസത്തിൽ കൃഷി ചെയ്ത് വിളവെടുക്കുന്നതിന് മാത്രം വലിയ രീതിക്കുള്ള കരിയില വേണ്ട. കരിയില അടിയിലിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ചാണകപ്പൊടിയും മറ്റുള്ള വളങ്ങളും ഇടുമ്പോൾ ഈ കരിയില കമ്പോസ്റ്റായി വേഗം മാറും. പക്ഷേ നമ്മൾ 3 മാസത്തിലോട്ട് വിളവെടുക്കുന്ന പച്ചക്കറികൾക്ക് ഇടണ്ടെന്ന് പറയുന്ന കാരണം അത് വേഗത്തിൽ തന്നെ നമുക്കതിൽ നിന്ന് വിളവെടുക്കാം. പിന്നെ അത് കമ്പോസ്റ്റായി മാറില്ല, അതിൻ്റെ ആവശ്യമില്ല. മണലും ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് നമുക്കതിലോട്ട് ഇടാം. അപ്പോൾ ഇത് നമുക്ക് 3 വർഷത്തോളം നമുക്കിതുപോലെ കോവൽ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ല രീതിക്കുള്ള വിളവെടുക്കാം. അപ്പോൾ നമുക്ക് ഒത്തിരി അധികം കരിയില ഇട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ല. അത് കിടന്ന് നല്ല രീതിക്ക് കമ്പോസ്റ്റായി അടിവളമായിട്ട് മാറും. നമ്മളെ പച്ചക്കറി നല്ല രീതിക്ക് വളർന്നു വരാൻ അതൊരു പ്രധാനപ്പെട്ട വളമാണ് നമ്മളെ കരിയില. അപ്പോൾ കരിയില നല്ല രീതിക്ക് അതിൻ്റെ പുറത്ത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കരിയില കമ്പോസ്റ്റായി മാറും. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഈ പെയിൻറ്റ് ടിന്നിൽ ഒരു 1/2 പെയിൻറ്റ് ടിന്നോളം കരിയിലയാണ് നിറയ്ക്കുന്നത്. ഞാൻ കാണിച്ചത് ഇതെല്ലാം ഞാൻ എൻ്റെ ടെറസ് അടിച്ച് നടുന്ന കരിയിലയാണ്. അപ്പോൾ നമുക്കിനി കരിയിലയും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഇതുപോലെ കുറച്ച് പച്ചക്കറി നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വളമാക്കി മാറ്റാവും.
അപ്പോൾ ഞാനിതാ നമ്മുടെ പെയിൻറ്റ് ടിന്നിൽ കരിയില നിറച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. പോട്ടി മിക്സിന് നമ്മൾ 2 പാർട്ട് മണ്ണ്, 1 പാർട്ട് ചോറ്, 1 പാർട്ട് നമ്മുടെ ചാണകപ്പൊടി, ഇത് പിന്നെ എല്ലുപൊടി 1 സ്പൂണ് വേപ്പ് മുണ്ണാക്ക്, ഇതും കൂടെ 3ഉം കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാം. അതായത് ഈ അളവിന് നമുക്ക് ഇതിലോട്ട് പോട്ടി മിക്സ് തയ്യാറാക്കിയാൽ മതി. എപ്പോഴും ഞാൻ പറയുന്നത് തന്നെ, നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇളക്കമുള്ള മണ്ണിൽ നമ്മൾ കൃഷി ചെയ്ത് കൊടുക്കാൻ സാധിക്കണം. അതായത് നീർവാർച്ചയുള്ള മണ്ണിൽ. കാരണം എന്നാലേ നമ്മളിത് വയ്ക്കുമ്പോൾ ഇത് എളുപ്പത്തിൽ വേര് ഓടി വേഗം ഇതിൻ്റെ വളർച്ച കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇളക്കമുള്ള മണ്ണിൽ, അതായത് നീർവാർച്ചയുള്ള മണ്ണിൽ നട്ടു കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന തൈകളെ നമുക്ക് വേര് പൊട്ടിക്കാതെ ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് കമഴ്ത്തി കൊടുക്കുക. ഇപ്പോൾ വേരൊക്കെ പിടിച്ച് ഇതാണ് കണ്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതുപോലെ തൈ വാങ്ങുമ്പോൾ ഇതുപോലെ മണ്ണിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വിട്ടിട്ട് നമ്മൾ കുഴിച്ച് നടാൻ ശ്രമിക്കണം. അപ്പോഴേ ഇതിൻ്റെ വേര് വളരെ വേഗത്തിൽ ഓടി നമുക്കിതിൽ നിന്ന് നല്ല രീതിക്കുള്ള വളർച്ച കാണുകയും അതിൽ നിന്ന് നല്ല രീതിക്കുള്ള വിളവെടുക്കാൻ സാധിക്കുകയും ചെയ്യും അല്ലേ. നമുക്കിപ്പോൾ ഇതിൽ നിന്ന് നല്ല രീതിക്കുള്ള വിളവിനല്ലേ നമ്മൾ കോവൽ നട്ടു കൊടുക്കുന്നല്ലേ. അപ്പം നമ്മുടെ ആവശ്യം നല്ല രീതിക്കുള്ള വിളവ് കിട്ടും. അതിന് വേണ്ടി നമുക്ക് നട്ടു കൊടുക്കും. ഞാനിത് അന്തരിൽ കയറാൻ ശ്രമിക്കും. വളരെ ഈസി ആയിട്ടുള്ള ഒരു പണിയാണ് നമ്മളെ കോവൽ തണ്ട്. ഇതുപോലെ പെയിൻറ്റ് ടിന്ന് എല്ലാവരുടെ വീട്ടിലും കാണുമല്ലേ. അപ്പോൾ അതുപോലെ ഒരു പെയിൻറ്റ് ടിന്നോ അല്ലെങ്കിൽ ഒരു ക്യാനോ എന്തെങ്കിലും ഒരു പാത്രം സെലക്ട് ചെയ്ത് നമ്മളിതുപോലെ നട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ പച്ചക്കറിയും ഞാൻ പറയുന്നത് തന്നെ അല്ലേ, ഞാൻ പറയുന്നതല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. നമ്മൾ നട്ടാൽ നനയ്ക്കണം. അപ്പം നമുക്ക് ഇതിനെങ്ങനെ ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കാം. 2 ദിവസം ഇങ്ങനെ തളിച്ചാൽ മതി. പിന്നീട് ഇതിൻ്റെ വളരെ വേഗത്തിലായിരിക്കും ഇതിൻ്റെ വളർച്ച കാണുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതിനെ വളർത്തിയെടുക്കാം. ആദ്യം അര പെയിൻറ്റ് ടിന്നോളം കരിയില നിറച്ച്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പോട്ടിംഗ് മിക്സ്, അതായത് 2 പാർട്ട് മണ്ണ്, 1 പാർട്ട് ചാണകപ്പൊടി, 1 പാർട്ട് ചകിരിച്ചോറ്, 1 പാർട്ട് നമ്മുടെ 1 പാർട്ട് സ്പൂണ് എല്ലുപൊടി, 1 സ്പൂണ് വേപ്പും മുണ്ണാക്ക്, ഇത് 3ഉം കൂടെ മിക്സ് ചെയ്ത് ഇത് 3ഉം കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ നട്ടു കൊടുത്തത്. കണ്ടല്ലോ, ഞാൻ ഇവിടെയാണ് കോവൽ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇനി ഇതിലോട്ട് പന്തൽ കെട്ടാൻ എനിക്ക് വളരെ എളുപ്പമാണ്. അതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തത്. 40 വയസ്സ് കഴിഞ്ഞ ഉടനെ എല്ലാവർക്കും ഷുഗർ കാണാൻ തുടങ്ങുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഇത് ആഴ്ചയിൽ 1 ദിവസമെങ്കിലും നമ്മുടെ കോവലും പാവയ്ക്കയും മാറി ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. അത് പോയിട്ട് നമുക്ക് ഒന്നും നട്ടില്ലെങ്കിൽ നമ്മളെ കോവലും പാവലുമെങ്കിലും മാക്സിമം നമ്മൾ നടണം. ഒത്തിരി വിളവെടുപ്പ് കൂടെ ഇന്ന് എടുക്കണം. അത് വലുതായിട്ടൊന്നുമില്ല, കുറച്ച് കുറ്റി വാളരി ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിരുന്നല്ലോ. കുറ്റി വാളരി അത് 2-3 പിടിപ്പിച്ച് കിടപ്പുണ്ട്. പിന്നെ പാവൽ, അങ്ങനെ നമുക്ക് അതുകൂടെ വേഗത്തിൽ നമുക്ക് വിളവെടുത്തിട്ട് വരാം. ഒത്തിരി ഫൈബർ കണ്ടൻറ്റുള്ള പച്ചക്കറി കൂടെയാണ് നമ്മൾ കുറ്റിവാളരി. ഇത് വലിയ രീതിക്കുള്ള പരിചരണം ഒന്നുമില്ലാതെ നമുക്ക് ടെറസിൽ നല്ല രീതിക്ക് നട്ട് വളർത്താവുന്ന ഒരു പച്ചക്കറി കൂടെയാണ്. അപ്പോൾ ഇത് ഒരു 2 പയർ മതി ഒരു വീട്ടാവശ്യത്തിന്. കാരണം അത്യാവശ്യം നല്ല സൈസ്. ഇതാണ് കുറ്റിവാളരി എന്ന് പറയുന്ന പയർ. അപ്പോൾ ഇതുപോലെ 2 പയർ മതി ഒരു ചെറിയ കുടുംബത്തിന് തോരനോ വിഴുക്ക് വരട്ടിയോ വയ്ക്കാൻ. കാരണം നല്ല വലിയ നീളമുള്ള പയറാണ്. അപ്പോൾ ഇനി ഒന്നുകൂടെ ഉണ്ട്, നമുക്കതിൽ കണ്ടോ. അപ്പോൾ 3 പയറെടുത്തു, ഇനി ഒന്നുകൂടെ ഉണ്ട്, അതുകൂടെ എടുത്തു. ചെറുത് പക്ഷെ നമുക്ക് വന്ന സൈസായിട്ട് പിടിക്കും. കണ്ടോ. അപ്പോൾ 4 പയർ ഞാൻ എടുത്തു. നമ്മളെ വീട്ടാവശ്യത്തിന് ഇത് ധാരാളമാണ്. നമ്മളെ എന്നെപ്പോലത്തെ സാധാരണ ഒരു ചെറിയ കുടുംബത്തിന് ഇത് വലുതാണ്. അപ്പോൾ പാവൽ നട്ടുപിടിപ്പിക്കുമ്പോൾ കുറച്ച് കീടങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് നല്ല രീതിക്ക് തന്നെ വിളവെടുക്കാം. പാവലിൽ എളുപ്പം കായ് കുത്തി കണ്ടോ.
അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും.